എന്താ തോമച്ചയ പോലീസ് എവിടെ അവൻ രാത്രി തന്നെ പോയി. എവിടെടി മോളെ അവൻ? അറിയില്ല. നടക്കടി ഇങ്ങോട്ട്. Hands up! ഇറങ്ങി ഓടാങ്ങോട്ട്. ചന്ത നിന്നെ ഈ കോലത്ത് നിന്ന് കാണാ. നാണം കെട്ട് നിന്റെ തൊലി ഉരിയണം. സാറേ ഇത് വേണോ? താൻ കൊണ്ടുവന്നു നടക്കടാ. നടക്കാൻ നടക്ക് കേടുകൂടാ മോനെ. വേഗം നടക്കടാ. മാറങ്ങോട്ട്. അടിക്കരുത് പറയാൻ പറഞ്ഞു. SP ലൈനിലുണ്ട് സാർ. ഇല്ലെന്ന് പാടോ. ഉണ്ടെന്ന് പറഞ്ഞു പോയി സാർ. ഹലോ, അവിടെ ആങ്ങളെ വലിയ തലവേദനയാണ് സാർ. അവനെ വരുത്താൻ ഒരു മരുന്ന് പ്രയോഗിച്ചെന്നുള്ളൂ സാർ. സാർ നിന്റെ പിരി ഞാൻ മുറിച്ചില്ലെങ്കിൽ സോമൻ കാക്കിയൂരി നിനക്ക് ക്ഷവരം ചെയ്യും. ഉറപ്പിക്കാമോ? എന്നാ തോമൻ മുടിയൊന്നും നീട്ടി വളർത്തും. SI സോമൻ പിള്ളയ്ക്ക് ചെരക്കാൻ. എടാ, വടി കൊടുത്ത് അടി മേടിച്ചില്ല നിനക്ക് ഉറക്കം വരില്ലല്ലേ? അയാളെ ഇടിച്ച് ചന്തലെ കിണറ്റിലിട്ട് കൊന്നെന്നാ കേസ്. ഒന്നോ അല്ല, കൊല്ലാൻ ശ്രമിച്ചെന്നാ കേസ്. അങ്ങനെ പറ. കൈ എടുക്കടാ. വീശു പിരിക്കാൻ കേട്ട സ്ഥലം. മീശ പിരിക്കാം. വല്യേട്ടാ, എന്റെ മനസ്സമാധാനെങ്കിലും വരണേ. 3 മണിക്കാ, അറിയാലോ. ആ, ഞാൻ വരും. പൈസട്ട് അതെ സാറേ,
എന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. എസ് ഐ ഇടിച്ച് കണ്ടിലിട്ടെന്നാ. ഞങ്ങളവിടെ മുറുക്കാങ്ങനെ നടത്തുന്ന രാജമ്മ എന്ന് പറഞ്ഞൊരു പാവം പെണ്ണുണ്ടേ. അവളെ ഈ എസ് ഐ കയറി ബലാത്സംഗം ചെയ്ത്. അവളാണെങ്കിൽ ഒരു പാവ. അത് കണ്ടപ്പോ ഇവൻ കയറി എസ് ഐയെ തല്ലി. അത് ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് തീർത്താ കൊള്ളായിരുന്നു. പെങ്ങടെ മനസ്സമ്മത ഉച്ചയ്ക്ക് 3 മണിക്ക് ചെല്ലാമെന്ന് വാക്കുകൊടുത്തു. എന്താ പേര്? തോമ. എടാ കോപ്പേ, നീ എന്തിനാ അയാളെ തടഞ്ഞു നിർത്തി ചോദിച്ചേ? അതെന്താ വെച്ചാ മൈസേട്ട് നല്ല ആളാ. എന്റെ പേര് ചോദിച്ചിട്ടില്ലേ? എടാ പേര് ചോദിച്ചെങ്കിൽ വളർത്താനും ആവാം അറക്കാനും ആവാം. ആട് തോമ. അടുത്ത കേസ് വിളിക്കൂ. വാഴക്കുളം സെമിനാരി വക ശിവപന്നിയെ പരാമർ കൊടുത്തു കൊന്ന കേസ് പ്രതി ഓന്തുഗോപാലൻ. വേണ്ട. നാടക നടി മലപ്പുറം മല്ലികയെ പട്ടാപ്പകൽ ഓടിച്ച് മാല പറിച്ച പ്രതി തീക്കൊള്ളി രാജപ്പൻ. ഞാൻ പോവാ. തീക്കൊള്ളി രാജപ്പൻ. എടാ തോമച്ച, എടാ വെളുക്കോളം കുരിച്ച് കുട ഉടയ്ക്കരുത്. തോമച്ച, എന്ത് പറഞ്ഞു? ഇത്രയൊക്കെ ആയില്ലേ? ഇനി ഈ തലവേദനയും കഴിക്കും. എസ് ഐ സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കണക്കിട്ട പ്രതി ആട് തോമ. അപ്പോൾ തൊഴിൽ ആടുവട്ടായിരിക്കും. ഇല്ല, ആട് വെട്ടില്ല. ആടിന്റെ ചങ്കിലെ ചോര കുടിക്കും. അതാണ് എന്റെ ആരോഗ്യ രഹസ്യം, എന്റെ ജീവൻ ടോൺ. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോരരന്ന കൊടുകിന്നു കൗതുകം. തദേവയുക്തം ഭൈഷജ്യം യഥാരോഗ്യായ കൽപ്പതേ സചൈവ ഭിഷജാം ശ്രേഷ്ഠോ യോഗേദ്യോയ പ്രമോചയേത്. എന്ന് വെച്ചാൽ ഏതൊന്നാണോ ആരോഗ്യത്തെ ഉണ്ടാക്കുന്നത് അതാണ് യുക്തമായ ഔഷധം. ഏതൊരുവനാണോ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അവനാണ് ഉത്തമ വൈദ്യൻ. കിഴക്കേ മുറിയുടെ ചവിട്ടിത്തിരുമും ആട്ടിൻ ചോരയുമാണ് എന്റെ ഔഷധം. സകലകലാവല്ലഭൻ. പക്ഷെ വകതിരിവ് വട്ടപൂജ്യം. അടുത്ത അവധി സെപ്റ്റംബർ 22. താൻ പോയി വകതിരിവ് വട്ടിട്ട് വാ. ആട് തോമ, ഇന്നലെ അങ്ങ് മനസ്സിരുത്തിയത് കൊണ്ട് എന്റെ പെങ്ങടെ മനസ്സമ്മതം നന്നായി കൂടാൻ സാധിച്ചു. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങളെ ഉപദ്രവിക്കാൻ വന്ന 1.5 ചക്രം ഗുണ്ടയൊന്നുമല്ല ഞാൻ. നിയമം പഠിച്ച നിങ്ങൾക്ക് സമയത്തിന്റെ വില ഞാൻ പഠിപ്പിച്ചുതരാം. എങ്ങോട്ട് പോകുന്നു? ചേപ്പാട് തറവാട് വരെ ഒന്ന് പോവുക. ഇന്ന് വെൺമണി വിഷ്ണുവിന്റെ സപ്താഹം വായന ആരംഭ. അവിടെ ആർക്കും വായുഗുളിയൊന്നും വാങ്ങിക്കണ്ടല്ലോ. എന്നാ പോണ്ട.